ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ, ദൈവവചനം പഠിക്കാൻ തക്കവണ്ണം ചേർന്ന് വരുവാൻ ദൈവം തന്നതായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ചു. ഒരു ആകമാനമുള്ള ഒരു പഠനം, മുഴുവനായിട്ടുള്ളതായ പഠനം ഉദ്ദേശിച്ചുകൊണ്ടല്ല, പ്രവചന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടായിരിക്കുമ്പോൾ കർത്താവ് നൽകുന്നതായ വെളിപ്പാടാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തോളം പത്മോസ് ദ്വീപിൽ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി. 10-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ ആത്മവിവശതയിലായി. മുദ്രയിട്ടിരിക്കുന്നതായ പുസ്തകം അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞ് 22 അധ്യായങ്ങളിൽ, മുന്നോട്ടുള്ള 22 അധ്യായങ്ങളിൽ ആ പുസ്തകത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞ്, ചുരുളുകൾ വിടർത്തി ഓരോന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൻ്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാടുകടത്തപ്പെട്ട് പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിലായിരിക്കുമ്പോൾ യോഹന്നാൻ ആത്മവിവശതയിലായി. കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായി. ഈ ആത്മവിവശത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. തെറ്റിദ്ധരിക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാനായിട്ട് ഇടവരരുത്. ഈ ആത്മവിവശത എന്ന് പറയുന്നത്, ആത്മനിറവ് എന്ന് പറയുന്നത് ഉന്തി വീഴ്ത്തുന്നതോ തള്ളി വീഴ്ത്തുന്നതോ ഒന്നുമല്ല. അന്യഭാഷയോ അങ്ങനെയുള്ളതൊന്നും ആത്മനിറവിൽ സംഭവിക്കുകയില്ല എന്നല്ല ഞാൻ പറയുന്നു. ആത്മനിറവിലുണ്ട്. പക്ഷേ അതൊന്നുമല്ല ആത്മനിറവായി നാം മനസ്സിലാക്കേണ്ടത്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ് നാം വായിക്കുന്നത്. കത്തോലിക്ക് POC ബൈബിളുണ്ട്. POC ബൈബിളിൽ ആത്മാവിൽ ലയിച്ചിരിക്കുകയായിരുന്നു എന്നാണ് കാണുന്നത്. ഞാൻ ആത്മാവിൽ ലയിച്ചു. സ്ഥലകാലങ്ങൾക്ക് അതീതമായി ആത്മാവിനാൽ നിറയപ്പെട്ട് മറ്റൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു നിലയിലേക്ക് ഉയർത്തപ്പെടുന്ന അവസ്ഥയാണ് ആത്മവിവശനാകുക എന്ന് പറയുന്നത്. സ്ഥലകാലങ്ങൾക്ക് അതീതമായി ആത്മാവിനാൽ നിറയപ്പെട്ട് മറ്റൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു നിലയിലേക്ക് ഉയർത്തപ്പെടുന്ന അവസ്ഥയാകുന്നു ആത്മാവിൽ വിവശനാകുക എന്നുള്ളത്. പരിസരം മറന്നു പോകുന്നു, ഞാൻ എവിടെയാകുന്നു മറന്നു പോകുന്നു. അതൊന്നും ഒരു ചിന്താവിഷയമല്ലാതെ വരുന്നത്. എൻ്റെ ജീവിതം ഏതെല്ലാം കഷ്ടപ്പാടുകളിലാണോ, പ്രയാസങ്ങളിലാണോ, ഞാൻ രോഗിയാണോ, ഞാൻ എവിടെയാണോ എന്നൊന്നും ആ സ്ഥലകാലങ്ങൾക്ക് അതീതമായി വേറൊരവസ്ഥയിലേക്ക് അങ്ങ് ഉയർത്തപ്പെടുന്നു. മറ്റൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വേറൊരു നിലയിലേക്ക് ഉയർത്തപ്പെടുന്ന അവസ്ഥയാണ് ആത്മവിവശനാകുക എന്ന് പറയുന്നത്.
കർത്തൃ ദിവസത്തിൽ, എന്താണ് കർത്തൃ ദിവസം? ആദ്യമ നൂറ്റാണ്ടിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വന്ന് അപ്പം നുറുക്കുന്ന സമയമാണത്. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അവർ ഒരുമിച്ച് കൂടി വന്ന് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു പോന്നു. വിശ്വാസികൾ വലിയ പീഡനങ്ങൾ നടക്കുന്ന സമയമാണ്, ഉപദ്രവങ്ങൾ ഏൽക്കുന്നതായ സമയമാണ്. പരസ്യമായി കൂടി വരാൻ സ്വാതന്ത്ര്യമില്ല. രഹസ്യ സ്ഥലങ്ങളിൽ, ഗുഹകളിൽ, കാടുകൾക്കുള്ളിലും ഗുഹകളിലും പാറപ്പുറപ്പുകളുടെ ഉള്ളിലുമെല്ലാം രഹസ്യത്തിൽ കൂടി വന്ന് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ രഹസ്യമായി അവർ ഒരുമിച്ച് കൂടി വന്ന് അപ്പം നുറുക്കി കൂട്ടായ്മയായിരിക്കുന്നതായ സമയം, ആരാധനയ്ക്ക് വേണ്ടി അവർ കൂടി വരുന്നതായ സമയം, അവരെല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നതായ സമയം, ആത്മനിറവിൻ്റെ ആത്മവിവശതയിൽ ദൈവമക്കൾ എല്ലാവരുമായിരിക്കുന്നതായ സമയം ഓർക്കണം. പട്ടക്കാരൻ പ്രാർത്ഥിക്കും, ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാനായിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. നാം പറയും, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആ മഹോന്നതങ്ങളിൽ ആയിരിക്കുന്നു. ആമീൻ പറയും. എന്ന് പറഞ്ഞാൽ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് മറന്നു പോകുന്നു. നാം അറിയാത്തതുപോലെ നമ്മുടെ ശരീരം ചലിക്കുന്നു. ഇങ്ങനെ കൈവറപ്പിക്കുന്നുണ്ട്, ശരിയാണ്. ഇന്ന് ആ അനുഭവം, അത് കൃത്രിമമായി ശബ്ദങ്ങൾ മറുഭാഷകളുടെയൊക്കെ ശബ്ദങ്ങൾ, ആ രംഗം എല്ലാം ഉണ്ട്. പക്ഷേ നാം അത് ആത്മാവിൽ അനുഭവിക്കുന്ന അനുഭവത്തിലേക്കാകണം. അതാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. എല്ലാം അർത്ഥമുള്ളതാണ്, ചടങ്ങുകളായി മാറരുത്. വിശ്വാസികളെല്ലാം കാഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ കർത്തൃ ദിവസത്തിൽ ആത്മാവിൽ ആയിരിക്കുന്നതായ സമയം. യോഹന്നാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അന്ന് ഇന്നുള്ളതുപോലെ ദൈവമക്കൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോൾ അതിൽ പങ്കാളികളാകാൻ തക്കവണ്ണം സൂം സൗകര്യങ്ങളില്ല, യൂട്യൂബ് ലൈവുകളില്ല. എന്നാൽ യോഹന്നാൻ തനിച്ചവടെയായിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം ആത്മാവിൽ അവനെ ആരാധിക്കുന്നു. അവർ അപ്പം നുറുക്കി കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും കുരിശുമരണങ്ങളെയും അവരെല്ലാം അനുസ്മരിക്കുന്നു. അവർ യേശുവിനെ അനുഭവിക്കുന്നു. കർത്താവേ, ഞാൻ ഇവിടെയാണല്ലോ. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ആത്മാവിൻ്റെ ആരാധനയിൽ ലയിച്ചിരിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് യോഹന്നാനും ആത്മാവിൽ നിറയുകയാണ്. ഞാൻ പറയട്ടെ, നാം ഓരോരുത്തരും ആയിരിക്കുന്ന രംഗത്ത് ഇന്ന് നമുക്ക് സൂമിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, ആ രംഗം നമുക്ക് ചേർന്ന് അറ്റൻഡ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. യൂട്യൂബിൽ ലൈവ് നമുക്കത് പങ്കെടുക്കാൻ സംവിധാനങ്ങളുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്തതായ കാലത്തും ആ രംഗത്ത് ലയിച്ചിരിക്കുന്ന യോഹന്നാൻ ആത്മനിറവിലായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മനിറവിലായി, യോഹന്നാൻ ആത്മാവിലായി. ദൈവമക്കളുടെ കൂടി വരവിൽ പകരപ്പെട്ടതായ അതേ നിറവ്, അതേ ആത്മാവിൻ്റെ നിറവ് ദൈവമക്കൾ ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവരുടെ മേൽ പകരപ്പെട്ടതായ അതേ ആത്മനിറവ് ഏകാന്തതയിലായിരിക്കുന്ന അതേ സമയത്ത് ഒറ്റയ്ക്ക് പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിലും ഭീകരമായ അന്തരീക്ഷത്തിൻ്റെയും എല്ലാം നടുവിലുമായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹായിക്ക് വേറൊരളവിൽ പകർന്നു കൊടുക്കുകയാണ്. ദൈവമക്കളുടെ മേൽ പകർന്നു കൊടുത്ത അതേ ആത്മനിറവ് വേറെ ഒരളവിൽ യോഹന്നാൻ്റെ മേൽ പകർന്നു കിട്ടുകയാണ്. നിങ്ങളാരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, എനിക്കൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമില്ല,
ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നതായ ദൈവമക്കളുടെ മേൽ പകരപ്പെടുന്നതായ ആ ആത്മാവിൻ്റെ അറിവ്, ആ ആത്മാവിന് നിറവ് എനിക്കും തരണമേ എന്ന് നാം ദാഹിക്കുന്നുവെങ്കിൽ അത് വേറൊരളവിൽ യോഹന്നാൻ്റെ മേൽ പകർന്നു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ആത്മവിവശതയിലായി. അവിടെ നിന്നാണ് ദർശനങ്ങൾ ആരംഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 4 ആത്മവിവശതകൾ കാണുന്നുണ്ട്. യോഹന്നാൻ 4 തനിക്ക് ലഭിച്ച 4 ആത്മവിവശതകളിലായി യോഹന്നാന് ലഭിക്കുന്ന 50ഓളം ദർശനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 4 ആത്മവിവശതകളിലായി 50ഓളം ദർശനങ്ങൾ യോഹന്നാൻ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആത്മവിവശതയാണ് 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, നാം വായിച്ചു കേട്ടത്. ഒന്നാമത്തെ ആത്മവിവശത വെളിപ്പാട് 1:10 മുതലുള്ളതായ വാക്യങ്ങൾ. അവിടെ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു, തേജസ് ധരിച്ചവനായ യേശുക്രിസ്തു, തേജസ്കരിക്കപ്പെട്ടവനായ യേശുക്രിസ്തു 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നിലയങ്കി ധരിച്ചവനായി, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തേക്കാൾ വെണ്മയുള്ളവനായി, ഹിമം പോലെ വെളുത്തവനായി, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനായി, ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവനായി, 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചവനായി, തേജസ്കരിക്കപ്പെട്ടവനായ യേശു യോഹന്നാന് പ്രത്യക്ഷപ്പെട്ട്, അതിൻ്റെ കീഴോട്ട് നാം വായിച്ചു വരുമ്പോൾ, നീ കണ്ടതും 1-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. അങ്ങനെ വെളിപ്പെട്ടവനായ ക്രിസ്തു 3 കാര്യങ്ങൾ എഴുതാൻ പറയുകയാണ്. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും എഴുതുക. ഒന്നാമത്തെ ആത്മവിവശതയിൽ തേജസ്കരിക്കപ്പെട്ടവനായ യേശുവിനെ കാണുന്നു. ഒന്നാമത്തെ ആത്മവിവശത 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, സൂര്യസമം പ്രകാശിക്കുന്ന മുഖവുമായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുമായി, ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സമാനമായ പാദങ്ങളും, വലങ്കയിൽ കത്തിജ്വലിക്കുന്ന നക്ഷത്രങ്ങളുമായി യോഹന്നാൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന യേശുവിനെ യോഹന്നാൻ ഒന്നാമത്തെ ആത്മവിശുദ്ധയിൽ കണ്ടു. വെളിപ്പാട് പഠിക്കുമ്പോൾ യോഹന്നാൻ തനിക്ക് ലഭിച്ചതായ ദർശനങ്ങളിൽ 6 അവസ്ഥകളിൽ യേശുക്രിസ്തുവിനെ കാണുന്നുണ്ട്. വെളിപ്പാട് ദിവസം മുഴുവൻ പഠിക്കുമ്പോൾ 6 അവസ്ഥകളിലുള്ള യേശുക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നുണ്ട്. 1, അതിൻ്റെ 1:10 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ, വെളിപ്പാട് 1:10 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു. 2, വെളിപ്പാട് 5:6 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി. ഞാൻ വാക്യങ്ങൾ വായിച്ചാൽ സമയം മുന്നോട്ട് പോകുമെന്നുള്ളതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. 6 അവസ്ഥകളിൽ
യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിക്കുന്നുണ്ട്. ഒന്ന്, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. രണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ക്രിസ്തുവിനെ കാണുന്നു. മൂന്ന്, വെളിപ്പാട് 14:1. വെളിപ്പാട് 14:1, സിയോൻ മലയിൽ 1,44,000 പേരോടുകൂടെ നിൽക്കുന്ന കുഞ്ഞാട്. വേണ്ടി ഒന്ന് വായിച്ചു പോയാലോ? 14:1 വെളിപ്പാട് 14:1. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നതും കണ്ടു. 3, 4, 14:4. വെളിപ്പാട് 14:4. സോറി 14:14. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. വെളിപ്പാട് 14:14, തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്ന മനുഷ്യപുത്രൻ. 5, 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. രാജാതി രാജാവായി വെള്ളക്കുതിരപ്പുറത്ത് കയറി ഭൂമിയിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ കാണുന്നു. 6-ാമത്തേത് 20:11. 20:11, മഹത്തായ വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിട്ടിരിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. നമ്മൾ മുൻപ് ചിന്തിച്ചതാണ്, വായിക്കുന്നുമില്ല. മഹത്തായ വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിരിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. 4 ആത്മവിവശതകളിലായി 50 ദർശനങ്ങൾ. 1-ാമത്തെ ആത്മവിവശതയിൽ വെളിപ്പാട് 1:10 മുതലുള്ളതായ കാര്യങ്ങളിൽ തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ട് ചില കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വീണ്ടും 2-ാമത്തെ ആത്മവിവശത. 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ. 4:1 മുതൽ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഉടനെ ഞാൻ ആത്മവിവശതയിലായി. 1, കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായി. 2, ഉടനെ ഞാൻ ആത്മവിവശതയിലായി. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും. മുന്നോട്ട് പോവുകയാണ്. ഈ ആത്മവിവശതയിൽ, 2-ാമത്തെ ആത്മവിവശതയിൽ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് ഇവിടെ കയറി വരിക എന്നുള്ളതായ ഒരു ശബ്ദം കേട്ട് കയറി ചെല്ലുകയും മേലാൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങളുടെ ചുരുൾ വിടർത്തി ഓരോന്നോരോന്ന് കാണിക്കുകയും ചെയ്യുന്നു. 2-ാമത്തെ ആത്മവിവശത, സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കാണുന്നു. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി ചുരുളുകൾ ഓരോന്നോരോന്ന് വിടർത്തി മേലാൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. 1-ാമത്തെ ആത്മവിവശതയിൽ ഇപ്പോൾ നടക്കുന്നതായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. 7 സഭകൾക്കുള്ള ദൂതായി. വീണ്ടും 3-ാമത്തെ ആത്മവിവശത, വെളിപ്പാട് 17:1 മുതൽ. വെളിപ്പാട് 17:1 മുതൽ 3-ാമത്തെ ആത്മവിവശത. പിന്നെ 7 കലശമുള്ള ഒരു 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത്
തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ ആത്മവിവശതയിൽ യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് വച്ചാൽ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന വീടുപോയ സഭയുടെ, തള്ളപ്പെട്ടുപോയ സഭയുടെ ഒരു ദർശനം നൽകുകയാണ്. അതാണ് മർമ്മം മഹദിയാം ബാബിലോൺ. ഈ സ്ത്രീ കാണിക്കുന്നതാണ്. മരുഭൂമിയിലേക്ക് യോഹന്നാനെ കൂട്ടിക്കൊണ്ടുപോയി എതിർ ക്രിസ്തുവിനെ എതിരേൽക്കാൻ, ആൻറ്റി ക്രൈസ്റ്റിനെ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന കൈവിടപ്പെട്ടുപോയ സഭ. ക്രിസ്തു മടങ്ങി വന്നു, മണവാട്ടി സഭ എടുക്കപ്പെട്ടു, ഒരു വലിയ കൂട്ടം കൈവിടപ്പെട്ടു പോയി. അങ്ങനെ കൈവിടപ്പെട്ടു പോയ സഭ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കാൻ നിൽക്കുന്നതായ ആ കൈവിടപ്പെട്ടു പോയതായ സഭയുടെ ഒരു ദർശനമാണ് മൂന്നാമത്തെ ആത്മവിവശതയിൽ ലഭിക്കുന്നത്. നാലാമത്തെ ആത്മവിവശത വെളിപ്പാട് 21:9 മുതൽ. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ആത്മവിവശതയിൽ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അനന്ത നിത്യതയിൽ പുതിയ യെരുസലേം എന്ന ആ വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നൽകുകയാണ്. അനന്ത നിത്യതയിൽ കാണപ്പെടുന്ന പുതിയ യെരുസലേം എന്ന ആ വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് നാലാമത്തെ ആത്മവിവശതയിൽ ലഭിക്കുന്നത്. ഇങ്ങനെ 4 ആത്മവിവശതകളിലായി 50ഓളം ദർശനങ്ങൾ ദൈവം നൽകിയത്, വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളിലായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയറായോ? ഒരു ആമുഖം തന്നെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സും ആമുഖമായിരുന്നു, ഇന്നും ആമുഖം തന്നെ പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയറായോ? ഇനിയൊരു കുറച്ച് കാര്യങ്ങൾ ഓരോ അധ്യായങ്ങളെക്കുറിച്ച്. അത് ഞാൻ നോട്ട്സ് തരുമെന്നുള്ളത് കൊണ്ട് നിങ്ങളത് എഴുതിയെടുക്കാൻ സമയം ഇട്ട് ഞാൻ തരുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞുകൊള്ളട്ടെ. 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പുസ്തകം എഴുതുവാനുള്ള പശ്ചാത്തലമാണ്. യോഹന്നാൻ എന്ന ഞാൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവോധനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി. അങ്ങനെ ആ പത്മോസിലായ കാര്യവും എന്തിനാണ് താൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടത് എന്നും അവിടെ വെച്ച് ഈ വെളിപ്പാട് എഴുതാൻ തക്കവണ്ണമുള്ള ആ പശ്ചാത്തലം, എഴുതുവാനുള്ള പശ്ചാത്തലമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. അപ്പോൾ ഈ ഒരു തലക്കെട്ട് വെച്ചുകൊണ്ട് 1-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം എഴുതുവാനുള്ള പശ്ചാത്തലമാണ് 1-ാം അധ്യായം. 2-3 അധ്യായങ്ങൾ 7 സഭകൾക്കുള്ള ദൂതാണ്. ഇപ്പോഴുള്ള കാര്യങ്ങൾ
7 സഭകൾക്കുള്ള ദൂതാണ് 2, 3 അധ്യായങ്ങൾ. 4ഉം 5ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത് നിത്യതയുടെ ഒരു ദർശനമാണ്. 4ഉം 5ഉം അധ്യായങ്ങൾ. 6, 7, 8, 9, 10, 11 6 മുതൽ 11 വരെയുള്ളതായ അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം 7 വർഷം ഈ ഭൂമിയിൽ നടക്കുന്നതായ കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം 7 വർഷം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നതായ കാര്യങ്ങളാണ് 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. 12ാം അധ്യായം പുതിയ നിയമസഭയുടെ ഒരു കാഴ്ചപ്പാട്, ഒരു വെളിപ്പാട്. പുതിയ നിയമസഭ എന്താണ് എന്നുള്ള ഒരു വെളിപ്പാട്, പുതിയ നിയമസഭ ഒരു കാഴ്ചപ്പാട്. വെളിപ്പാട് 12ാം അധ്യായം സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ. വെളിപ്പാട് 13ാം അധ്യായം പൈശാചിക തൃത്വമാണ്, ആൻറ്റിക്രൈസ്റ്റ്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, 666 മുദ്ര, അതെല്ലാം വെളിപ്പാട് 13ാം അധ്യായമാണ്. 13ാം അധ്യായം ആൻറ്റിക്രൈസ്റ്റ്, പൈശാചിക തൃത്വം അവിടെ നാം കാണുന്നു. 14ാം അധ്യായം സിയോൻ, ഒരു വിവരണം, സിയോനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് 14ാം അധ്യായം. 15ഉം 16ഉം അധ്യായങ്ങൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ആവർത്തനമാണ്. 15, 16 അധ്യായങ്ങൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ആവർത്തനമാണ്. 17ാം അധ്യായം മർമ്മം മഹദിയാം ബാബിലോൺ, മർമ്മം മഹദിയാം ബാബിലോൺ. 18ാം അധ്യായം ബാബിലോണിൻ്റെ ന്യായവിധി. ഈ മർമ്മം മഹദിയാം ബാബിലോണിൻ്റെ ന്യായവിധി 18ാം അധ്യായം. 19ാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നുവല്ലോ. അവൻ്റെ കാന്തയും തന്നെത്താൻ അലങ്കരിച്ചിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. 19ാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണം, മധ്യാകാശത്തെ മഹൽ സമ്മേളനം. 20ാം അധ്യായം 1000 ആണ്ട് വാഴ്ചയും വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയും. 20ാം അധ്യായം 1000 ആണ്ട് വാഴ്ചയും വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയും. 21ാം അധ്യായം പുതിയ യെരുശലേം, പുതിയ ഭൂമി, പുതിയ സ്വർഗം. അതാണ് 21ാം അധ്യായം. പുതിയ യെരുശലേം, പുതിയ ഭൂമി, പുതിയ സ്വർഗം. 22ാം അധ്യായം നിത്യതയാണ്, അനന്ത നിത്യത. നിത്യതയിൽ നിന്ന് ആരംഭിച്ചതെല്ലാം നിത്യതയിൽ ചെന്ന് ചേരുന്നു. നിത്യതയിൽ ആരംഭിച്ച് എല്ലാം നിത്യതയിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 22 അധ്യായങ്ങളും തിരിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ഈ ടൈറ്റിൽ വെച്ചുകൊണ്ട് ഈ അധ്യായങ്ങൾ വായിച്ചാൽ അല്പം കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. 1ാം അധ്യായം, 1ാം അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1ാം അധ്യായം അതിൻ്റെ 1ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. ദൈവത്തിൻ്റെ സമയപരിധി എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ നാം കാണുന്നത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് പറയുമ്പോൾ ദൈവം സമയത്തെ ചുരുക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞെന്ന് പറയുന്നില്ല. എത്ര കാലം കഴിഞ്ഞിട്ടാണ്
ഈ വെളിപ്പാട് പുസ്തകത്തിൽ നടക്കുന്നതായ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നെന്ന് പറയുന്നില്ല, വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്ന് പ്രവാചകൻ എഴുതുമ്പോൾ ദൈവം സമയത്തെ ചുരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും ഇപ്പോൾ തന്നെ തയ്യാറാകുന്നതിന് വേണ്ടിയിട്ടാണ്. നാളേക്ക് മാറ്റിവെക്കാതെ, നാളെയാകട്ടെ എന്ന് ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ തയ്യാറാകുക എന്നുള്ള ആ പ്രബോധനമാണ് വേഗത്തിൽ എന്നുള്ളതുകൊണ്ട്, ദൈവം സമയത്തെ ചുരുക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും അതിൻ്റെ കീഴിട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ, നമുക്ക് മനഃപ്പാഠം പറഞ്ഞ വാക്യം വേണം, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. മൂന്ന് കാര്യങ്ങൾ ഭാഗ്യമാണെന്ന്. ഈ ആയുസ്സിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ഭാഗ്യമാണ്. ഈ വചനം വായിച്ച് കേൾപ്പിക്കുക, മറ്റുള്ളവർ ദൈവവചനം കേൾക്കാൻ തക്കവണ്ണം ഒരവസരം ഉണ്ടാക്കി കൊടുത്താൽ, അത് നമുക്ക് തന്നെ പറയാം, പറയുന്നത് കേൾപ്പിക്കാം, അങ്ങനെയുള്ളൊരവസരം ഉണ്ടാക്കി കൊടുത്താൽ അതൊരു ഭാഗ്യമാണെന്ന് നിസ്സാരമായി കരുതരുത്. ദൈവവചനം നാം പറഞ്ഞ് ഒരാളെ കേൾപ്പിക്കുന്നത്, അല്ല നമ്മളായിരിക്കില്ല പറയുന്നത്, മറ്റാരെങ്കിലും പറയുന്നതാണെങ്കിലും വേറൊരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തക്കവണ്ണമുള്ള ഒരവസരം നമ്മുടെ ജീവിതത്തിലൂടെ നാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് തിരുവചനം പറയുന്നു. 2, വചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. 3, വചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. 3 കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും കീഴ്ട്ട് വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങൾ എടുത്ത് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഒന്നാമത്തെ ആത്മവിശുദ്ധയിൽ ദൈവം യോഹന്നാനോട് പറയുമ്പോൾ 3 വിഷയങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. 3 വിഷയങ്ങൾ. അതിൻ്റെ 19 വാക്യം, 1:19. 3 വിഷയങ്ങൾ. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനി സംഭവിക്കാനുള്ളത്. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മം. അത് 7 സഭകളാണ്. 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും എഴുതുക. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങൾ, 10 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവൊദിക്യ എന്നീ സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. ഒന്നാമത്തെ ആത്മവിവശതയിൽ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. യോഹന്നാനെ വിളിച്ചിറക്കി. യോഹന്നാൻ കർത്താവിനെ പിൻപറ്റുന്നവനായി യേശുവിൻ്റെ പിറകെ നടന്നു. തൻ്റെ ശുശ്രൂഷകളിലെല്ലാം കർത്താവിൻ്റെ പിറകെ നടന്നു. തൻ്റെ ജീവിതകാലം മുഴുവനും യേശുവിൻ്റെ പിറകെ നടന്ന, യേശുവിൻ്റെ പിന്നാലെ പോയ തൻ്റെ ഭക്തൻ വലിയ കഷ്ടതകളിലേക്ക് തള്ളിപ്പെടുകയാണ്. യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ അത്രയും കാലം യോഹന്നാൻ ആരുടെ പുറകെ നടന്നുവോ, അവൻ കഷ്ടതയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ അവൻ യോഹന്നാനെ വിട്ടുപോയില്ല. അവൻ്റെ പിറകെ യേശുവിൻ്റെ പാദം ചലിക്കുകയാണ്. പിറകിലൊരു ശബ്ദം കേൾക്കുന്നു. അവൻ്റെ പുറകെ യേശു ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചാൽ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും നമ്മുടെ പിന്നാലെ യേശു ഉണ്ട്. ഞാൻ വാക്കുകളെ നിർത്തട്ടെ. അവൻ ഇട്ടേച്ചു പോകുന്നവനല്ല. പിറകിലൊരു ശബ്ദം അവൻ കേൾക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ആർക്കു വേണ്ടി ജീവിതം വേർതിരിച്ചുവോ അവൻ
തേജസ് നിറഞ്ഞവനായി സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ എപ്രകാരം ശോഭയുണ്ടോ അത്രമാത്രം ശോഭയുള്ളവനായി അവൻ യേശു തൻ്റെ പിറകിൽ നിൽക്കുന്നത് കാണുകയാണ്. കണ്ടപാടെ അവൻ ആ കാലിൽ അങ്ങ് വീണു. നമ്മുടെ പുറകെ യേശു ഉണ്ട്, അവൻ ഇട്ടേച്ച് പോകുന്നവനല്ല. നാം ഏതെല്ലാ രംഗങ്ങളിലായാലും അവൻ നമ്മുടെ പിന്നാലെയുണ്ട്. അവൻ നമ്മെ കാണുന്നു, അവൻ നോക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം. അവൻ്റെ പിന്നിൽ നിന്ന് യേശു മാറിയില്ല. അവൻ്റെ പിന്നാലെ യേശു വന്നു. തൻ്റെ ശബ്ദം അവനെ കേൾപ്പിച്ചു. യോഹന്നാൻ തിരിഞ്ഞവനെ കണ്ടു. ഇന്ന് യേശുവിനെ കണ്ട് അവൻ്റെ കാൽക്കൊന്ന് വീണ് എഴുന്നേൽക്കാൻ, കർത്താവേ, ഞാൻ ഇന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്മാറ്റത്തിൻ്റെ വഴിയിലൂടെ, കർത്താവേ, ഞാൻ അലസതയുടെ വഴിയിലൂടെ, ദൈവവേലയിൽ ശുഷ്കാന്തിയില്ലാത്തവനായി, ലോകത്തിന് ചില മോഹങ്ങളിലും കൂട്ടുകെട്ടുകളിലും വശീകരണങ്ങളിലും ഞാൻ നിന്നെ വിട്ട് മാറിപ്പോയപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കുമോ? അവൻ നമ്മുടെ പിറകിലുണ്ടല്ലോ. ഇന്ന് അവൻ്റെ കാൽക്കൊന്ന് വീഴുമോ? ഇല്ല കർത്താവേ, ഇനി ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. അവനോടൊരു വാക്ക് പറയുമോ? യോഹന്നാൻ ക്രിസ്തുവിന് വേണ്ടി നിന്നവനാണ്. ക്രിസ്തുവിൽ നിന്ന് അവൻ അകന്നുപോയൊരു അനുഭവമില്ല. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവുമാണ് അവൻ പത്മോസിലേക്ക് തള്ളപ്പെട്ടത്. അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണ്, ഭാരമാണ്, പ്രയാസമാണ്. അതിന് നടുവിൽ അവൻ്റെ പിന്നാലെ യേശുണ്ട്. അവൻ വെളിപ്പെട്ടു, അവൻ്റെ കാൽക്കൽ വീണു. ഇന്ന് അവൻ്റെ കാൽക്കൽ വീണ് നമുക്ക് കർത്താവിനോട് വാക്ക് പറയാം. കർത്താവേ, ഞാൻ നിൻ്റെ വക ഈ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുന്നു, ഈ വലിയ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നു. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായ സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വത്തോട് നിൽക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.